തൃശ്ശൂരിൻ്റെ അതിർത്തി ഗ്രാമമായ തിരുവില്ലാമലയിലേക്ക് ഒരു യാത്ര. ലക്ഷ്യം നൂറ്റാണ്ടുകളുടെ നെയ്ത്തു പാരമ്പര്യമുള്ള കുത്താമ്പുള്ളി. വണ്ടിയുടെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വഴിയോരങ്ങളിലെല്ലാം നിരനിരയായി വസ്ത്രശാലകൾ കാണാം. ഓരോ കടയുടെ ബോർഡിലും കുത്താമ്പുള്ളി കൈത്തറി എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ തിളങ്ങുന്ന ബോർഡുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു സത്യം തിരഞ്ഞാണ് ഇന്ന് TGS മീഡിയയുടെ ഈ യാത്ര. നമ്മളിന്ന് നിൽക്കുന്നത് കുത്താമ്പുള്ളിയിലാണ്. തിരുവില്ലാമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ. കുത്താമ്പുള്ളി കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘമാണ്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും നെയ്ത്തുകാർ ഈ അടുത്ത വീടുകളിലൊക്കെ നെയ്യുന്നുണ്ട്. ഒരുപാട് ഹാൻഡ്ലൂം കൈത്തറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ കാണാം. സാധാരണഗതിയിൽ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി കുത്താമ്പുള്ളിയിൽ നിന്ന് വാങ്ങിച്ച വസ്ത്രങ്ങളാണെന്നുള്ള വലിയ അഹങ്കാരത്തോടു കൂടി പർച്ചേസ് ചെയ്ത് പോകുന്നു. ഈ നെയ്ത്ത് വ്യവസായ സഹകരണ സംഘം ഏറ്റവും അറ്റത്താണ്. ഭാരതപ്പുഴയുടെ നിളയോട് ചേർന്നാണ് ഈ സംഘം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ എത്തിപ്പെടുന്നില്ല. ഒറിജിനലായി നെയ്തെടുത്ത ഈ റോ മെറ്റീരിയൽ വീടുകളിൽ പോയി ഓരോ വീടുകളിൽ ഇരുന്നു കൊണ്ട് നെയ്ത് കൊണ്ടുവരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവന്നാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാൻ ആളുകൾ എത്താതിരിക്കുകയും ഇതിനു മുമ്പ് തന്നെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെ വലിയ ഷോറൂമുകൾ പോലെ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെയാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ, സാരികൾ ഇവിടെ ഉള്ളത്. നമുക്ക് ഇതിനകത്തേക്ക് പോയി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അത് മാത്രമല്ല ഇവിടെ കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വീടുകളുണ്ട്. വീടുകളിലേക്കും നമുക്ക് പോകാം, അവരുമായിട്ട് സംസാരിക്കാം. എന്താണ് ശരിയായ കൈത്തറി ഉൽപ്പന്നങ്ങൾ? കുത്താമ്പുള്ളി സാരി എന്ന പേരിനെ ഭൗമസൂചിക പദവി ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് നൽകിയിട്ടുള്ളത് നിയമപരമായി കുത്താമ്പുള്ളി പ്രദേശത്ത് പരമ്പരാഗതമായി നെയ്യുന്ന സാരികൾക്ക് മാത്രമേ ഈ പേര് ഉപയോഗിക്കുവാൻ അവകാശമുള്ളൂ. ഗ്രാമത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാഴ്ചകൾ മാറുകയാണ്. ഇവിടെയാണ് യഥാർത്ഥ കുത്താമ്പുള്ളി. ഇടുങ്ങിയ തെരുവുകൾ, പഴയ വീടുകൾ, വീടിൻ്റെ ഉമ്മറത്തും ഉള്ളിലുമായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഇവിടെ. ഒരു കാലത്ത് പ്രതാപത്തോടെ വിളങ്ങി നിന്ന ഈ ഗ്രാമത്തിൽ ഇന്ന് പക്ഷേ ആവേശം കുറവാണ്. നീറ്റുകാർ കുറഞ്ഞു. നീറ്റുകാർ ഒരുപാട് കുറഞ്ഞതുകൊണ്ടാണ്. ഒരു 10-200 കടയെ മിക്കവാറും ഉണ്ടാവുള്ളൂ തോന്നണം. പിന്നെ ഒറിജിനൽ പറയുന്നതാണ് അവിടെ വരുന്നത് ഈ പവർലൂം. അത് മുഴുവൻ 100% വരും പവർലൂമാണ്. പട്ടുസാരി വരുന്നുണ്ട്, അത് മറ്റേ ഈ എടമ്പള്ളിയിൽ നിന്ന് വരുന്ന സാരിയാണ്. ശരിക്കും ഒറിജിനൽ പട്ടുസാരി നെയ്യുണ്ട്. ഉറുപ്പ് 4, 5, 1 ലക്ഷം പേർക്ക് ഈടാക്കുന്നുണ്ട്. അത് ശരിക്കുള്ള ഒറിജിനൽ കൈത്തറി. ശരിക്കും ഞങ്ങളുടെ കൈത്തറി വന്ന് ഞങ്ങളുടെ സ്റ്റേൻഡോളം ഉണ്ടാവും. ഈ അതിൽ പോയി നോക്കുന്നുണ്ട് മനസ്സിലാവും. അതാണ് ഒറിജിനൽ കൈത്തറി. ഇപ്പൊ പവർലൂമിൽ എന്ത് വേണമെങ്കിൽ കാട്ടിക്കൂട്ടി നടക്കുന്നുണ്ട്. അതാണ് പ്രത്യേക കാര്യം. 100% മുഴുക്കൈ പവർലൂമിൽ കൊണ്ട് കൈത്തറി. തമിഴ്നാട്, സേലം, ഈരോട്, കല്യാമ്പൂതിർ, ചില നിൽക്കുന്ന 4 ഭാഗത്തുനിന്ന് മുഴുക്ക കൈത്തറി എന്നാണ് വിളിക്കുന്നത്. എവിടെ നോക്കിയാലും കുത്താമ്പുള്ളി കൈത്തറി. കുത്താമ്പുള്ളി കൈത്തറി എവിടെ നിന്നാ നെയ്യണ്? ചാക്കും കൂടി നെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അതായത് ഞങ്ങളുടെ ഈ തൊഴിലുണ്ടല്ലോ, ഞങ്ങൾക്ക് കൊടുത്തത് 10 റുപ്യ കിട്ടിയ 90 റുപ്യ ഈടാക്കിയിട്ടാണ് പാവങ്ങൾ ഇന്ന് ആ കുഴിയിൽ നിന്ന് നെയ്ത് ആരും നേരായിട്ടില്ല. ഇന്നത്തെ വരയ്ക്കും സത്യം പറഞ്ഞു ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ കഴിവെത്തി 58 പെൻഷൻ വാങ്ങി ഉണ്ടാകാതിരിക്കണം. ശിവശിവാന്ന് പറഞ്ഞു മതി. ഇപ്പൊ ഒന്നും നെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഉള്ള മുതൽ അങ്ങോട്ട് അടുത്തന്നെ കൈമാറ്റാണ്ട് അങ്ങനെ 5-10 പോയ സുഖമായിട്ട് ജീവിച്ചു അല്ലാണ്ട് ജീവിക്കാൻ പറ്റും. വാങ്ങിച്ചു കൊടുത്ത് വിൽക്കലാണ് കൂടുതൽ. അതെ 100%. തിങ്കളാഴ്ച, ബുധനാഴ്ച, ശനിയാഴ്ച, ആഴ്ചയിൽ 3 ദിവസം
അടിപൊളിച്ചിട്ടാ വരുന്നില്ല. ഇവിടുത്തെ എവിടെ പോയി എന്താ ഉണ്ടെന്ന് ആർക്കും ദിവസം പാർസൽ പോണ്ട് കരയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല കച്ചവടം ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ നെയ്തിരുന്നവരൊക്കെ ഇപ്പൊ ഇവിടെ ജോലിക്ക് കിട്ടോ കടകളില്? അതാ പരമാവധി ഇപ്പോ നെയ്ത് നിൽക്കുന്നവരിപ്പോ 6000 കിട്ടിയാൽ മതി. ഇപ്പൊ മാസമായ 6000 ഉണ്ടാക്കാൻ പറ്റും. അതിന് മൂലൊന്നും ഇല്ല. എങ്ങനെ മുഷിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നെയ്തിട്ട് എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല. ഒരു സാരിക്ക് 500 റുപ്യ ഉണ്ടെങ്കിൽ ചിലപ്പോ 2 ദിവസമാവും. 2 ദിവസത്തിന് 500 റുപ്യ മതി ചെലവിന്, തികയില്ല. കുട്ടികളും മക്കളുണ്ടെങ്കിൽ അതിന്റെ പുറമെ അത് പിന്നെ ജക്കാട് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നെയ്യാണെങ്കിൽ കുറച്ച് ഒരു 1000 റുപ്യത്തോളം ഉണ്ടാക്കാം. അത് ചിലപ്പോ 1000 റുപ്യ ഉണ്ടാക്കണമെങ്കിൽ 3 ദിവസം ആവും. ഒരു ദിവസം അതിന്റെ മുന്താണി കറക്റ്റാക്കണം. എങ്ങനെയാലും ഒരു ദിവസം ചിലപ്പോ അതിന്റെ അനുസരിച്ച് ഡിസൈൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ കഴിയില്ല. 1.5 ദിവസം പിടിക്കും. ഒരു 1.5 ദിവസം ഫ്രീ ആയിട്ട് നെയ്യാം. ഇതൊക്കെയാണ് അവസ്ഥ. അല്ലാണ്ട് പുത്താമ്പിളിയൊക്കെ പോയിന്ന്. പുത്താമ്പിളിയൊക്കെ ഒക്കെ ഇനി ഒരു കാര്യമില്ല. ഇവിടെയുള്ള കുട്ടികളൊക്കെ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോയി കാണാതെ പുതിയ തലമുറയിലെ കുട്ടികൾ അപ്പോൾ പുതിയ തലമുറ ഇപ്പോഴത്തെ ഈ പണിക്ക് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു സാരി നെയ്ത് എത്ര രൂപ കിട്ടും? 600 റുപ്യ കിട്ടും. 600 രൂപ. ഈ ഡിസൈൻ അനുസരിച്ചാണ് പൈസ. അല്ലാതെ ഒരു സ്ഥിരം കൂലിയല്ല. നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുന്നോ അതിനനുസരിച്ച് കൂലി കിട്ടും. വലിയ ഡിസൈനിന് വലുത് ജലം പറഞ്ഞ പോലെ 1000 റുപ്യ നെയ്യുന്നവരുണ്ട്. അതിനുണ്ട് ഭാഷ മാത്രം കണ്ണത്. തെലുങ്കിലും പറയുന്നുണ്ട്, ചിലവര് തമിഴുണ്ട്, മലയാളമുണ്ട്, പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കന്നഡം പറയാൻ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർണാടകയിൽ നിന്ന് കുടിയേറിയവരാണ് ഇവിടുത്തെ നെയ്ത്ത് സമുദായം. കർണാടകയിലെ മൈസൂർ മേഖലയിൽ നിന്നാണ് ഇവരുടെ പൂർവികർ കേരളത്തിലേക്ക് എത്തിയത് എന്ന് കരുതപ്പെടുന്നു. പുറത്തുള്ളവരോട് സംസാരിക്കുവാനും ഔദ്യോഗിക കാര്യങ്ങൾക്കും ഇവർ മലയാളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എഴുത്തുഭാഷയില്ലാത്ത കന്നഡ ഭാഷയാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത്. ഇവരെ ദേവാംഗ സമുദായം എന്നാണ് വിളിക്കുന്നത്. ഭൂരിഭാഗം നെയ്ത്തുകാരും ദേവാംഗ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവിടെ ഇന്ന് തറികൾക്ക് മുന്നിലിരിക്കുന്നത് പ്രായമായവർ മാത്രമാണ്. ജീവിതത്തിൻ്റെ സായാന്തനത്തിലും ശ്രമമില്ലാതെ നെയ്ത്ത് തുടരുന്നവർ. പുതിയ തലമുറ ഈ തൊഴിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. നെയ്തു കൂട്ടുന്ന വസ്ത്രത്തിന് അർഹമായ കൂലി ലഭിക്കാത്തതും യന്ത്രത്തറികളുടെ അതിപ്രസരവും ഇവരെ തളർത്തുന്നു. സ്വന്തം വീടിനുള്ളിൽ അവർ സംസാരിക്കുന്ന കന്നഡ ഭാഷയിൽ ഇന്ന് സങ്കടങ്ങളുടെ വലിയൊരു കഥ പറയാനുണ്ട്. എന്താ ഹാൻഡ്ലൂം പറഞ്ഞ കുറച്ച് പൈസ കൂടുതൽ, സാധനം ക്വാളിറ്റി കൂടുതൽ കാരണം പൈസയും കൂടുതൽ കാരണം ആൾക്കാർ എടുക്കണതൊക്കെ ഇപ്പോൾ പവർലൂമാണ്. കുറച്ച് പഴയ ആൾക്കാരൊക്കെ ആണ് ഈ ഹാൻഡ്ലൂമിനെ പറ്റി അറിയുന്ന ആൾക്കാരാണ് ഇത് എടുത്ത് എന്ത് വാല്യൂ കൊണ്ട് ഇതിനൊക്കെ പറ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത്. അത് ഒരു ഡബിൾ 500 രൂപയ്ക്ക് പവർലൂമിൽ കിട്ടും. ഇതേ നമ്മൾ ഹാൻഡ്ലൂമിൽ എടുത്ത 1500 വരും. പിന്നെ അതിന്റെ ക്വാളിറ്റി അത്ര വ്യത്യാസം ഉണ്ടാകും. വെള്ളത്തിലിട്ടാൽ ചുരിയില്ല, സ്മൂത്ത് ആവുള്ളൂ. പവർലൂം അങ്ങനെയല്ല, വെള്ളത്തിലിട്ടാൽ ചുരിഞ്ഞു പോകും. ഒരു അടുത്തത് അത് ഉടുക്കണമെങ്കിൽ ഇസ്ത്രീയുടെ അത് ഉടുക്കാൻ പറ്റില്ല. ഇതങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതിന്റെ വ്യത്യാസമുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ ഹാൻഡ്ലൂമിന് മാത്രം അറിയുള്ളൂ. അതിന് വ്യത്യാസമുണ്ട്. അതിനുള്ളത് ബിസിനസ് ഇല്ലാതെ കൊണ്ട് അവര് ഇതാക്കിയൊക്കെ അപ്പൊ പുറത്ത് ഇറങ്ങി. ഇപ്പൊ നമ്മളും 10-20 കൊല്ലം സഹകരണ സംഘടന ഉണ്ടായി തന്നെ. അപ്പൊ അവിടെ ബിസിനസ് ചെയ്താലല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ കച്ചവടം ആയാലല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോ പ്രൈവറ്റ് ഒരു ആളുടെ അടുത്താണ് സാധനങ്ങളൊക്കെ കൊടുക്കും. ആൾക്ക് നെയ്ത് കൊടുക്കും. നമ്മുടെ മുതലാളിക്ക് ഈ സാധനം കശവ് നൂലൊക്കെ കൊടുക്കും. എന്നിട്ട് ഇത്ര കൂലി എന്ന് പറയും. നമ്മൾ ഡിസൈനുള്ള സാരിയായ ഒരു 3-4 ദിവസം മേലാവും. വർക്ക് അനുസരിച്ചാണ് സാറേ. ഇപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന കുറച്ച് വർക്കുള്ള സാരിയാണ്. അതൊരു 4 ദിവസം ആവും. എനിക്കൊരു 2500 രൂപ കൂലി കിട്ടും. വർക്കുള്ള സാരി. പ്ലെയിൻ സാരി അത്ര വരില്ല. വർക്കിനനുസരിച്ച് ഡിസൈൻ അനുസരിച്ചാണ് അതിനുള്ള പൈസ ഒരു ഇതാക്കുന്നത്. പകുതി നിർത്തിയിട്ട് അങ്ങനെ തുടങ്ങിയതാണത്. വീട്ടിൽ അച്ഛൻ മാത്രം ആ പണിയെടുത്തുണ്ടായി. പിന്നെ കുടുംബ സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ തോറ്റതല്ല, 9 പാസ്സായി 1 മാസം പോയുള്ളൂ. അങ്ങനെ നിർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന കുട്ടികളൊക്കെ ഒന്ന് ഇവിടെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇല്ല പഠിപ്പ് കമ്മിയായിട്ടുണ്ടായാലും കടയ്ക്ക് പോയി പണിയെടുക്കുക. ഇവിടെ ഈ സ്റ്റാഫുകളുള്ള പോലെ അവിടെ ചേർന്നിട്ട് ഇപ്പോൾ അവരൊക്കെ ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല വലിയ ആൾക്കാരായി. നമ്മൾ അതിൽ തന്നെ ഇരിക്കണം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കാര്യം ഇതിൽ ഇറങ്ങിയില്ല സാറേ.
ഇല്ല നമ്മള് ഇതോടെ കഴിഞ്ഞില്ല കാര്യം താല്പര്യപ്പെടുന്നില്ല ഇതിന്. വേർപ്പ് കശവുണ്ടല്ലോ, ഈ കളർ യെല്ലോ കളർ ഉണ്ടല്ലോ, ഇതിൽ വേർപ്പ് തട്ടി അങ്ങനെ ബ്ലാക്ക് ആവില്ലെങ്കിൽ പച്ച ഗ്രീൻ കളറാവും, ഡാമേജ് ആവും. പിന്നെ മോലായ അടുത്ത് പോയാൽ കൂലിയും കിട്ടില്ല, അതിനുള്ള പൈസ നമ്മൾ അതിൽ പിടിച്ചാൽ പിന്നെ വേസ്റ്റ് ആവും. അവിടെ എവിടെ തട്ടുന്നോ അവിടെ അടയാളം വരും. 5 മിനിറ്റ് തുടച്ചിട്ട് ഫാൻ ഓടിക്കൊണ്ടേ ഇരിക്കണം, കറണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പ്ലെയിൻ നൂല് മാത്രമായ കുഴപ്പമില്ല, നമ്മൾ പകുതി കശവും പകുതി നൂലല്ലേ, അതുകൊണ്ടാണ് അതിന് ഇത് കൂടുന്നത്. നല്ല ചൂടാണല്ലോ. എങ്ങനെയുണ്ട് ഈ പരിപാടികളൊക്കെ ഇപ്പൊ ഈ വിഷുവായിട്ട്? വിഷായിട്ടൊക്കെ നല്ല തന്നെ. കൈത്തറി ഇപ്പൊ പണ്ടത്തെ ഇതൊന്നും ഇല്ല ഇപ്പൊ കൈത്തറിക്ക്. മക്കളൊന്നും ഇല്ല ഈ പരിപാടിക്ക്? ഇവിടെ ആരില്ല, ഞങ്ങൾ 2 ആള് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തമിഴ്നാടുണ്ട് അവര് 2 ആള്. ചേച്ചി എത്ര വയസ്സിൽ തുടങ്ങി? ഇതാ ഞങ്ങൾ ചെറുപ്പം 15 വയസ്സ് തുടങ്ങി. എത്ര സമയം എടുക്കും? കൂലിയൊന്നും മുട്ടില്ല. രാവിലെ 4:30 മണിക്ക് എഴുതി നെയ്താല് 1.5 ആവും ഒരു ദിവസത്തിന്. എവിടേക്കും പോയില്ലെങ്കിൽ ആവും. എല്ലാ സ്ഥലത്തും പോയിട്ട് വന്ന ആവില്ല. വരണം. കടയിലൊക്കെ പ്രോബ്ലമാണ്. ഇത് വേണമെങ്കിൽ ഒറിജിനൽ വേണമെങ്കിൽ നെയ്യുന്ന സ്ഥലത്തേക്ക് വരണം. കമ്മിയില്ല, കൂടുതലുണ്ടാവും. അതവിടെ ഒരെണ്ണം എടുക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇവർക്ക് ഒരെണ്ണം എടുക്കുന്ന സ്ഥലത്ത് 2 എടുക്കാതെ പവർലൂമിന്റെ അത്രേ ഉള്ളൂ. ഇത് വില കൂടും, അത് വില കുറവും. അതുണ്ടാവും. അത് വെള്ളത്തിലിട്ടാ ചുരുങ്ങും, ഇതൊന്നും ആവില്ല, നല്ലോണം ഉണ്ടാവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൈസൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഈ ദേവാംഗ സമുദായത്തിന് ഇന്ന് അവരുടെ ഭാഷയും കലയും ഒരുപോലെ അന്യം നിന്ന് പോകുന്നുവോ എന്ന ഭയമാണ്. പരമ്പരാഗത ഒരു കൈത്തറി തൊഴിലാളികളുടെ ജീവിത അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ കൈത്തറിയുടെ ശബ്ദം നിലയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രായം ചെന്ന ആളുകൾ മാത്രമാണ് ഈ രംഗത്തുള്ളത്. പവർ മെഷീനുകളിൽ നിന്നുണ്ടാക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്ന കാലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് ഈ ഗ്രാമവും വഴിമാറിക്കൊടുത്തു. വികസനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുടെ മക്കളെല്ലാം ഇവിടെ ഷോറൂമുകളിൽ സെയിൽസ്മാനും സെയിൽസ് ഗേളുമായിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ഗ്രാമം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൈത്തറി ഉൽപ്പന്നങ്ങളുടെ തൻ്റെതായ പ്രാവീണ്യം തെളിയിക്കുന്ന വ്യത്യസ്ത ഡിസൈനുകളൊക്കെ സൃഷ്ടിച്ചെടുത്തിരുന്ന വലിയ കലാകാരന്മാർ അങ്ങനെ ഈ നിളാനദി ഒഴുകുന്ന പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. യഥാർത്ഥത്തിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ എവിടെയാണ് എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് തോന്നിയത് കമൻ്റായി രേഖപ്പെടുത്താം. ഏവർക്കും നന്ദി.